രാജവെമ്പാല കടിച്ചാൽ ഉറപ്പായിട്ടും മരണം ഉണ്ടാവും. അത് ഭയങ്കര തെറ്റാണ്. അപ്പോൾ ഒരിക്കലും നമുക്കങ്ങനെ ഒരു ബൈറ്റ് ഉണ്ടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രഥമ ശുശ്രൂഷ ചെയ്യരുത്. പാമ്പിന് മണം പിടിക്കാനുള്ള കഴിവ് ഇല്ല, മണത്തതിനറിയാനുള്ള കഴിവില്ല. അപ്പോൾ വെളുത്തുള്ളിയുടെ ബുദ്ധിമുട്ടുണ്ടായിട്ട് അല്ല ഒരിക്കലും പോകുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ കൂത്തുപറമ്പ് ചെറുവാഞ്ചേരിയിൽ വീട്ടിൽ നിന്ന് രാജവെമ്പാലയെ പിടികൂടിയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വൈറലായിരുന്നു. ചൊക്ലി സ്റ്റേഷനിലെ CPO ശ്രീജിത്തിന്റെ മകന് വാങ്ങി നൽകിയ ഇലക്ട്രോണിക് ടോയ് കാറിനടിയിൽ നിന്നാണ് ഉഗ്രവിഷമുള്ള ഗണത്തിൽപ്പെട്ട രാജവെമ്പാലയെ പിടികൂടിയത്. മുത്തശ്ശി വരാന്തയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് പത്തി വിടർത്തി ചീറ്റുന്ന രാജവെമ്പാലയെ ആദ്യം കണ്ടത്. ഈ സമയം പാമ്പ് വരാന്തയിലുണ്ടായിരുന്ന കുട്ടിയുടെ ടോയ് കാറിനടിയിലേക്ക് മാറി. 8 അടി നീളമുണ്ടായിരുന്നു രാജവെമ്പാലയ്ക്ക്. ഉടൻ തന്നെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട് പാമ്പ് പിടുത്തക്കാരൻ ബിജിലേഷ് കോടിയേരി എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ കണ്ട സമയത്ത് കുട്ടികൾ കളിപ്പാട്ടത്തിനടുത്ത് ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി. സാധാരണ വനമേഖലയിൽ മാത്രം കാണപ്പെടുന്ന രാജവെമ്പാലകൾ ഇണചേരൽ സമയങ്ങളിലാണ് കാടിന് പുറത്തിറങ്ങുന്നത്. രാജവെമ്പാലയുടെ ഒരു കടിയിൽ 20 പേരെയോ ഒരു ആനയെയോ കൊല്ലാനുള്ള വിഷം വമിപ്പിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയിൽ രാജവെമ്പാലയുടെ വിഷത്തിനെതിരായ മറുമരുന്ന് ആന്റി സ്നേക്ക് വെനം എല്ലായിടത്തും ലഭ്യമല്ല. കടിയേറ്റാൽ 6 മുതൽ 15 മിനിറ്റിനുള്ളിൽ മരണം സംഭവിക്കാം എന്നാണ് പറയുന്നത്. എന്തായാലും രാജവെമ്പാലയെ വീടിനുള്ളിൽ കണ്ടതോടെ പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലരും പങ്കുവെക്കുന്നുണ്ട്. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ നമ്മോടൊപ്പം 100-ലധികം പെരുമ്പാമ്പുകളെ പിടിച്ചിട്ടുള്ള ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ കൂടിയായ റോഷ്നി മാമുണ്ട്. മാഡം, സാധാരണ വനമേഖലയിൽ മാത്രം കാണപ്പെടുന്നതാണല്ലോ ഈ രാജവെമ്പാല. അത് മനുഷ്യവാസമുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ്? ശരിക്കും രാജവെമ്പാല എന്ന് പറയുന്നത് നമ്മുടെ വംശനാശ ഭീഷണി നേരിടുന്ന പാമ്പുകളിൽ ഒന്നാണ്. നമ്മുടെ കിങ് ആണ്, ദേശീയ ഉരകം എന്ന് പറയുന്ന കിങ് കോബ്ര. രാജവെമ്പാല എണ്ണം വളരെ കുറവാണ് നമുക്ക്. എന്നാലും വനത്തിനുള്ളിൽ നിന്ന് പുറത്ത് വരാൻ വളരെ താല്പര്യം ഇല്ലാത്തൊരു പാമ്പാണ് രാജവെമ്പാല. പക്ഷെ ഇപ്പോൾ ശരിക്കും ഒത്തിരി സ്ഥലങ്ങളിൽ രാജവെമ്പാലയെ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ ഈ സമയം എന്ന് പറയുന്നത് എന്താണ്, പിന്നെ പാമ്പുകള് മുട്ടയിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ പുറത്തിറങ്ങുന്ന ആ ഒരു സീസണാണ്. അപ്പോൾ ഇപ്പോൾ പൊതുവെ പാമ്പുകളെല്ലാം നമ്മൾ പുറത്ത് കാണുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള കാലാവസ്ഥ മാറ്റമുണ്ട്, ഭയങ്കരമായിട്ടുള്ള മഴയുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ പാമ്പുകൾ ഒത്തിരി പുറത്ത് വരുന്നുണ്ട്. അപ്പോൾ രാജവെമ്പാല പൊതുവെ ഒരു ഷൈ ആയിട്ടുള്ള പാമ്പാണ്. അങ്ങനെ അധികം ആരെയും ഉപദ്രവിച്ച് നമുക്ക് രാജവെമ്പാലയുടെ കടി കൊണ്ട് മരണം വളരെ കുറവാണ്. നമുക്ക് 2 മരണമാണ് ശരിക്കും ലോകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരെണ്ണം നമുക്ക് അറിയാന്നുള്ളതാണ്, എല്ലാവർക്കും അറിയാന്നുള്ളതാണ്. മ്യൂസിയത്ത് നമ്മളതിനെ രാജവെമ്പാലയെ സൂക്ഷിക്കുന്ന ആൾ തന്നെ മരണപ്പെട്ടത്. അപ്പോൾ അങ്ങനെ രാജവെമ്പാലയുടെ ബൈറ്റ് കൊണ്ട് മരണം നമുക്ക് വളരെയധികം കുറവാണ്. അങ്ങനെ അത്രത്തോളം അങ്ങനെ കടിക്കാറില്ല എന്നുള്ളത്. ശരിക്കും രാജവെമ്പാലയെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഭയം തോന്നും. കാരണം പത്തി എടുക്കാൻ കഴിയുന്ന 2 പാമ്പുകളിൽ ഒന്നാണ് മൂർഖനും രാജവെമ്പാല. അതിൽ രാജവെമ്പാല 18 മുതൽ 20 അടി വരെ നീളമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പുകളിൽ ഒന്നാണ് രാജവെമ്പാല. അപ്പോൾ രാജവെമ്പാലയ്ക്ക് ഒരു 6 അടി ഹൈറ്റിൽ, ഏകദേശം എന്നേക്കാളും ഒക്കെ ഹൈറ്റിൽ എണീറ്റ് നിൽക്കാനുള്ള കഴിവുണ്ട്. അത്രയും ഹൈറ്റിൽ അതിന് വാല് നിലത്ത് വെച്ചിട്ട് പൊങ്ങി നിന്ന് പത്തിയെടുത്ത് നിൽക്കാനുള്ള കഴിവുണ്ട്. പൊതുവെ പാമ്പുകൾക്ക് വിഷൻ ബ്ലേഡ് ആണ്. മൂർഖനൊക്കെ ഒരു ക്ലിയർ വിഷൻ അല്ല, ബ്ലേഡ് വിഷനാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാജവെമ്പാലയ്ക്ക് കുറച്ചുകൂടി വിഷൻ ക്ലിയർ ആണ്. അങ്ങനെയുള്ള കാഴ്ചയാണുള്ളത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ എണ്ണം വളരെ കുറവാണ് രാജവെമ്പാലയുടേത്. പക്ഷേ ബാക്കി ജില്ലകളിലൊക്കെ പത്തനംതിട്ട മുതൽ റാന്നി ഭാഗത്തൊക്കെ ഒത്തിരി രാജവെമ്പാല ഇപ്പോൾ നമ്മൾ റെസ്ക്യൂ ചെയ്ത് തിരികെ വനത്തിലേക്ക് കൊണ്ടുവിടുന്നുണ്ട്. ഇന്ത്യയിൽ രാജവെമ്പാലയുടെ വിഷത്തിനെതിരായ മറുമരുന്ന് എല്ലായിടത്തും ലഭ്യമല്ല എന്ന് മാഡം സൂചിപ്പിച്ചു. ഈ രാജവെമ്പാലയുടെ ഒരു കടിയിൽ 20 പേരെയോ ഒരു ആനയെയോ കൊല്ലാനുള്ള വിഷമുണ്ട് എന്നാണ് പറയുന്നത്. കടിയേറ്റാൽ ഉടൻ മരിക്കുമെന്നും പറയുന്നുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? രാജവെമ്പാല കടിച്ചാൽ ഉറപ്പായിട്ടും മരണം ഉണ്ടാവും. കാരണം രാജവെമ്പാല കടിച്ചാൽ അതിൻ്റെ ആൻറ്റിവെനം നമുക്ക് ഇന്ത്യയിൽ തന്നെ ലഭ്യമല്ല. തായ്ലൻഡിലാണ് ആൻറ്റിവെനം ഉള്ളത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈറ്റ് ഉണ്ടായാൽ ഉടനെ അങ്ങ് വരെ കൊണ്ടുപോയിട്ട് രക്ഷപ്പെടുത്താൻ ഉറപ്പായിട്ടും കഴിയില്ല. കാരണം അത്രയും ടോക്സിക് ആയിട്ടുള്ള വെനമസ് ആയിട്ടുള്ള ഒരു പാമ്പാണ് രാജവെമ്പാല. അപ്പോൾ മരണം 100% ഉറപ്പാണ്. ഈ കണ്ണൂർ കൂത്തുപറമ്പിലാണെങ്കിൽ വീട്ടിനകത്താണ് രാജവെമ്പാലയെ കണ്ടത്. രാജവെമ്പാലയുടെ പ്രധാന ഭക്ഷണം മറ്റ് പാമ്പുകളാണല്ലോ. എന്നിട്ടും കാടുകൾ ഇഷ്ടപ്പെടുന്ന രാജവെമ്പാല വീടിനുള്ളിൽ കയറിയത് എങ്ങനെയാണ്? കയറാറുണ്ട്. നമുക്ക് ഒത്തിരി കേസ് നമ്മളങ്ങനെ വീടിനുള്ളിൽ, മീൻസ് ഈ ചായ്പിനുള്ളിൽ
കട്ടിലിനടിയുന്ന ഈ നമ്മുടെ ഈ വീടിലെ റൂമിലെ റാക്കുണ്ടല്ലോ, സൈഡിലെ റാക്ക്, ആ റാക്കിൻ്റെ ഉയരത്തിൽ നിന്നൊക്കെ മുകളിൽ നിന്നൊക്കെ നമുക്ക് രാജവെമ്പാല കിട്ടി. ഞാൻ ഒത്തിരി വീഡിയോസ് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ ഞാൻ പറയുന്നില്ല, നമുക്കിവിടെ കുറവാണ്. റാന്നിയിലൊക്കെ ഒത്തിരി നമ്മുടെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേര് റെസ്ക്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഒരുപാടെണ്ണം നമ്മൾ കാണാറുണ്ട്. അങ്ങനെ രാജവെമ്പാല ഈ ഇത്ര നീളവും ഇത്ര ഹൈറ്റും ഉള്ളതുകൊണ്ട് എത്ര ഉയരത്തിൽ വേണം ഇത് കയറി ഇരിക്കാൻ പറ്റും. അപ്പോൾ പക്ഷെ നമ്മൾ ഇങ്ങനെ എന്തുവാണ് കണ്ട ഉടനെയൊന്നും ഈ പാമ്പ് അങ്ങനെ കൊത്തുവോ അങ്ങനെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാറില്ല. പക്ഷെ അത് ഒന്ന് എണീറ്റ് നിൽക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ ഭയപ്പെട്ടു പോകും. അതുകൊണ്ടാണ് അതിനെ എന്തുവാണ് രാജാവാക്കി വച്ചേക്കുന്നത്. ആ ഒരു ഗാംഭീര്യം ഉറപ്പായിട്ട് രാജവെമ്പാലയ്ക്കുണ്ട്. പക്ഷെ ഉപദ്രവിക്കുന്നത് വളരെ കുറവാണ്. രാജവെമ്പാല കടിച്ച 2 സാഹചര്യങ്ങൾ മാഡം സൂചിപ്പിച്ചു. അതല്ലാതെ പൊതുവെ അങ്ങനെ കടിക്കാത്ത പാമ്പാണോ ഇത്? മറ്റെവിടെയെങ്കിലും രാജവെമ്പാല കടിച്ച കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? രാജവെമ്പാല അങ്ങനെ ബൈറ്റ് ചെയ്യാറില്ല. ചിലപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ശരി, ഒന്നാമത് നമുക്ക് മുമ്പൊക്കെ വളരെ കുറവാണ് രാജവെമ്പാല പുറത്തിറങ്ങി വരുന്നത്, വളരെ കുറവാണ്. നമ്മൾ വനത്തിനുള്ളിലോട്ട് കയറി ചെന്ന് അങ്ങനെയാണെങ്കിൽ പോലും ഇത് നമ്മളെ കണ്ട ഉടനെ അല്ലെങ്കിൽ എന്തിൻ്റെയും ഒരു അനക്കം കേട്ട ഉടനെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്തി എടുത്ത് എണീറ്റ് നിൽക്കും. അത് കാണുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ഒരു കിളി പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ പിന്നെ ഓടി വന്നിങ്ങനെ ബൈറ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള സാഹചര്യമൊന്നുമില്ല. നമ്മൾ റെസ്ക്യൂ ചെയ്യാൻ പോകുമ്പോൾ തന്നെ ഇത്രയും നീളമുള്ളത് കൊണ്ട് നമുക്കത് കുറച്ച് റിസ്ക് ആണ്. കാരണം നമ്മൾ വാലിൽ പിടിച്ചാൽ അതിനെ തിരിച്ച് ചുറ്റി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ അങ്ങനെ വന്നാലും അങ്ങനെ ബൈറ്റ് കുറവാണ്. ഇതുവരെയും അങ്ങനെ ബൈറ്റ് ഉണ്ടായിട്ടില്ല. റെസ്ക്യൂസിനൊന്നും ഇതുവരെയും കിങ്ങിന്റെ ബൈറ്റ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ചെറുതായിട്ട് മഴ കനത്തു തുടങ്ങിയിട്ടുണ്ട്. പകർച്ചവ്യാധികൾക്കൊപ്പം മഴക്കാലത്ത് സൂക്ഷിക്കേണ്ട മറ്റൊന്നാണ് വിഷപ്പാമ്പുകൾ എന്നാണ് എല്ലാവരും പറയാറുള്ളത്. മഴക്കാലമായാൽ വീട്ടിലും പറമ്പിലുമൊക്കെ പാമ്പ് ശല്യം കൂടാറുമുണ്ട്. പാമ്പ് കടി ഏൽക്കുന്നവരുടെ എണ്ണവും കൂടാറുണ്ട്. അപ്പോൾ ഈ പാമ്പ് കടിയിൽ നിന്നും അല്ലെങ്കിൽ പാമ്പിൽ നിന്നും രക്ഷ നേടാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരുപാട് സാധ്യത. കാരണം എല്ലാ ദിവസവും നമുക്ക് ഒത്തിരി കോൾ വരുന്നുണ്ട് വീടിനുള്ളിൽ പാമ്പ് കയറുന്നത്. കാരണം പാമ്പ് എന്ന് പറയുന്നത് കോൾഡ് ബ്ലഡഡ് ആനിമലാണ്, ശീതരക്തമുള്ള തണുത്ത രക്തമാണ്. അപ്പോൾ അതിനെപ്പോഴും തണുത്ത പ്രതലത്തിൽ ഇരിക്കാനായിരിക്കും താല്പര്യം കൂടുതൽ. പക്ഷേ ഇപ്പോൾ ഈ ഇത്രയും ഭയങ്കരമായിട്ടുള്ള മഴ അതിന് അതിജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മീൻസ് അതിൻ്റെ മാളങ്ങളിലെല്ലാം വെള്ളം കയറുന്നുണ്ട്. പൊതുവെ പാമ്പ് സ്വന്തമായിട്ട് മാളം ഉണ്ടാക്കാറില്ല, എലിമാളങ്ങളിലാണ്. അപ്പോൾ ഇതിനിടയിലെല്ലാം ഒത്തിരി വെള്ളം കയറി വെള്ളത്തിൽ ഇങ്ങനെ കിടക്കാറില്ല. ശരിക്കും നീർക്കോലിയൊക്കെയാണ് ഒത്തിരി സമയം വെള്ളത്തിൽ കിടക്കുന്നത്. മൂർഖനൊന്നും അധികം വെള്ളത്തിൽ കിടക്കാറില്ല. അപ്പോൾ ഈ മാളങ്ങളിലൊക്കെ വെള്ളം കയറുമ്പോൾ ഇത് പുറത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ പുറത്തിറങ്ങി അതിനൊരു സേഫായിട്ട് ഇരിക്കാൻ പറ്റിയ സ്ഥലം ശരിക്കും എവിടെയാണോ അവിടേക്ക് വന്ന് കയറുന്നതാണ്. അത് വീടിനുള്ളിലാണ് എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അത് വരുന്നത്, അതിനറിഞ്ഞുകൂടല്ലോ. അപ്പോൾ അതിന് സേഫായിട്ട് ഇരിക്കാൻ പറ്റുന്നത് എവിടെയാണോ അവിടെ കയറി വരും. പലയിടത്തും ഇപ്പോൾ പാമ്പ് കടിയേറ്റ് മരണം സംഭവിച്ച കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ആഴ്ചയും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷേ പാമ്പിന്റെ കടിയേറ്റാൽ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊരു ബൈറ്റ് ഉണ്ടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആൻറ്റിവെനം ലഭ്യമാക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. മുൻപൊക്കെ ഒത്തിരി ഒരുപാട് പ്രഥമ ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും പല ആൾക്കാരിലും മുഴുവനായിട്ട് അതിനെക്കുറിച്ചൊരു ഇത് എത്തിയിട്ടില്ല. മുറുക്കി കെട്ടി വെക്കുക, ബ്ലൈഡ് കൊണ്ട് കീറുക, ഇതൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. കാരണം ഞാനിങ്ങനെ പല സ്ഥലങ്ങളിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ചോദിക്കുമ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ 2 ദിവസം മുമ്പ് 27th നമ്മുടെ ഇവിടെ തന്നെയാണ്, തിരുവനന്തപുരത്ത് തന്നെയാണ്, ഒരു അമ്മയും കുഞ്ഞും കൂടി തറയിൽ നിലത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ രാവിലെ 4:30 മണിക്ക് 13 വയസ്സുള്ള കുട്ടിയാണ്, ആൺകുട്ടിയെ വാതിലിൻ്റെ വിടവിലൂടെ കയറി വന്ന ഒരു അണലി, ഏകദേശം 5 അടിയോളം നീളമുള്ള വലിയൊരു അണലിയാണ്. അണലി കടിക്കുകയുണ്ടായി. പക്ഷെ അത് അവർ അപ്പോൾ തന്നെ കുട്ടി ബഹളം വയ്ക്കുകയും ആ നിമിഷം തന്നെ അവർ ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഞാൻ അവരെ വിളിച്ച് സംസാരിച്ചിരുന്നു, ആൻറ്റിവെനം കൊടുത്തു. കുട്ടി വളരെ സേഫാണ്. അപ്പോൾ പാമ്പ് കടിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് വേറെ ഒരു പ്രഥമ ശുശ്രൂഷ ചെയ്യാൻ ദയവ് ചെയ്ത് നിൽക്കരുത്. ആ സെക്കൻഡിൽ തന്നെ നമ്മൾ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ ഏതാണോ അവിടേക്ക് കൊണ്ടുപോകണം. മാഡം, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. പലരും പറയാറുള്ളത് പാമ്പിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ആ മുറിവേറ്റ ഇടത്ത് കെട്ടരുത്, പക്ഷേ മുറിവിന് അല്പം മുകളിലായിട്ട് തുണി കൊണ്ട് കെട്ടിവെക്കണം. അങ്ങനെയാണെങ്കിൽ ബ്ലഡിലൂടെ ഈ വിഷം സ്പ്രെഡ് ആകില്ല എന്നൊക്കെയാണ് പറയുന്നത്. മാഡം അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അത് ഭയങ്കര തെറ്റാണ്. മീൻസ് നമ്മളിപ്പോൾ ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് കെട്ടിവെക്കണം എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ ബൈറ്റ് ഉണ്ടായപ്പോൾ കാലിലോ കയ്യിലോ ആയിരിക്കും നമുക്ക് കൂടുതൽ ബൈറ്റ് കിട്ടുന്നത്. ബൈറ്റ് കിട്ടിയതിന് മുകളിലായിട്ട് നമ്മൾ കെട്ടിവെക്കുമ്പോൾ അതുവരെയുള്ള ആ വെനം അല്ലെങ്കിൽ ആ ബ്ലഡ് അവിടെ വന്ന് അതുവരെ അങ്ങ് തങ്ങി നിൽക്കുവാണ്.
ഇത്രയും ടൈറ്റായിട്ട് കെട്ടി വെക്കുമ്പോൾ. അപ്പോൾ ഇത് അവിടെ ചെന്ന് നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ ഇത് അഴിക്കണമല്ലോ. ഇത് അഴിക്കുമ്പോൾ എന്ത് ചെയ്യും, ഇത് നമ്മൾ ഈ ഡാമൊക്കെ തുറക്കുന്നത് പോലെ വളരെ ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യും, ഈ വെനവും ബ്ലഡും എല്ലാം കൂടി നമ്മുടെ ബോഡിയിലോട്ട് കയറിപ്പോവും. അപ്പോൾ അത് ഭയങ്കര അപകടമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ബ്ലൈഡ് വെച്ച് കീറുമ്പോൾ ഓവറായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടായിട്ട് ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ മസാജ് ചെയ്യും. മസാജ് മീൻസ് എന്തുവാണ്, സോപ്പിട്ട് കഴുകണം എന്നൊക്കെ പറയാറുണ്ട്, വെള്ളം കാണിച്ചിട്ട്. അതും ഭയങ്കര അപകടമാണ്. കാരണം നമ്മൾ ബൈറ്റ് ഉണ്ടായ ഭാഗത്ത് വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ നമ്മളൊരു മസാജിങ് കൊടുക്കുകയാണ്. അതിനനുസരിച്ച് ബ്ലഡിൽ കൂടി ഈ വെനം വളരെ ഫാസ്റ്റായിട്ട് തലച്ചോറിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഓരോ പാമ്പ് കടിച്ചാലും ഓരോ ഭാഗത്തെയാണ്, ഇപ്പോൾ എന്താണ് രക്തപര്യന വ്യവസ്ഥയെ ബാധിക്കും, നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്നു, അങ്ങനെ ഓരോ ഭാഗത്തെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഈ ഒരിക്കലും ഒരു ബൈറ്റ് ഉണ്ടായി എന്ന് നമുക്കൊരു ഡൗട്ട് തോന്നിയാൽ പോലും നമുക്ക് എലിയാണ് കടിച്ചത് എന്ന് വിചാരിച്ച് വച്ചിട്ട് മരിച്ച കുട്ടിയുണ്ട്. നമുക്ക് ഇടയ്ക്ക് കാട്ടാക്കട ഭാഗത്ത് എലി കടിച്ചു എന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ താമസിച്ചു. പക്ഷേ പാമ്പായിരുന്നു, ആ കുട്ടി മരിച്ചുപോയി. അപ്പോൾ ഒരിക്കലും നമുക്കങ്ങനെ ഒരു ബൈറ്റ് ഉണ്ടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രഥമ ശുശ്രൂഷ ചെയ്യരുത്. തൊട്ടടുത്ത് ആൻറ്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റലിൽ, നമുക്കിപ്പോൾ അത്യാവശ്യം എല്ലാ ഹോസ്പിറ്റലിലും ആൻറ്റിവെനം ലഭ്യമാണ്. അപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ഒബ്സർവേഷനിൽ വെച്ചിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ആ ടൈമൊക്കെ നോക്കിയിട്ട് ഉറപ്പായിട്ടും പാമ്പ് കടിയാണെങ്കിൽ അതിനുള്ള ആൻറ്റിവെനം ചെയ്തു തരും. ഈ പാമ്പുകൾ വീടുകളിൽ വരാതിരിക്കാൻ പഴമക്കാർ പല ഒറ്റമൂലികളും ചെയ്യാറുണ്ട്. ഇപ്പോൾ ചിലർ ചെയ്യുന്നത് മുറ്റത്ത് മറ്റ് ചെടികൾക്കൊപ്പം സവാള കൂടി മുളപ്പിച്ചാൽ മതി, പിന്നെ ജമന്തി പൂവിൻ്റെ വേരുകളിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്ത സംയുക്തം പാമ്പുകളെ അകറ്റുമെന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. ഒപ്പം വെളുത്തുള്ളി, ഇഞ്ചിപ്പുല്ല് ഇവയുടെ മണമെല്ലാം പാമ്പിനെ ഓടിക്കും എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ പലരും വാർത്തകൾ ഷെയർ ചെയ്യാറുമുണ്ട്. അങ്ങനെ ഈ പൊടിക്കൈകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പാമ്പ് വരാതിരിക്കുമോ? അത് ശരിക്കും അത് എന്തുവാണ്, അങ്ങനെ സംഭവിക്കുന്ന കാര്യമല്ല. നമ്മൾ തന്നെ, ഇപ്പം ഞാൻ തന്നെ, നമുക്കൊരു പാമ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ അവിടെ ചെല്ലുമ്പോഴാദ്യം നമ്മൾ ഈ പാമ്പിരിക്കുന്ന സ്ഥലം കാണിച്ചു തരുന്നിടത്ത് ഒരു 1/2 കിലോ വെളുത്തുള്ളി കാണും, പിന്നെ മണ്ണെണ്ണ കാണും, പെട്രോൾ ഒഴിച്ചേക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇവർ അവസാനമായിരിക്കും ചിലപ്പോൾ നമ്മളെ വിളിക്കുന്നത്. പക്ഷെ ഇതൊന്നും വലിയ ഫലപ്രദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം പാമ്പിന് മണം പിടിക്കാനുള്ള കഴിവ് ഇല്ല, മണത്തതിനറിയാനുള്ള കഴിവില്ല. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് അത് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ അതിന് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് ആസിഡോ മണ്ണെണ്ണയോ ഒക്കെ വീഴുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നുള്ളൊരു ജീവിയാണ്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് വീഴുവാണെങ്കിൽ അതിന് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഇതൊരു മാളത്തിനകത്തോങ്ങാനുമാണ് ഇരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ വെളുത്തുള്ളിക്ക് എന്താണ്, വെളുത്തുള്ളിക്കൊരു രൂക്ഷഗന്ധമാണ്. അപ്പോൾ ഒരു മാളത്തിനുള്ളിലെങ്ങാനും ഇരിക്കുമ്പോൾ ഈ മണ്ണെണ്ണയും ഇതെല്ലാം കൂടി അതിനകത്തൊഴിച്ചു കൊടുത്താൽ, നമ്മളൊരു കുഴിക്കാതിരിക്കുമ്പോൾ നമ്മുടെ തലയിൽ ഒഴിച്ചാൽ നമ്മൾ പെട്ടെന്ന് ചാടി പുറത്തിറങ്ങും. അതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ അത് അവിടെ നിന്ന് പുറത്തിറങ്ങി രക്ഷപ്പെട്ടു പോകാൻ നോക്കും. ആ ഒരു രീതിയാണ്. അതിപ്പോൾ നമ്മളൊരു മാളത്തിനകത്തിരുന്നാൽ കുറച്ച് വെള്ളം തന്നെ ഓവർഫ്ലോ ആയിട്ട് ഒത്തിരി ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന് പോകാൻ വേറെ വഴിയില്ല, അതിനകത്ത് തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാമ്പ് പുറത്തിറങ്ങും. അപ്പോൾ അങ്ങനെയാണിത് പുറത്തിറങ്ങി പോകുന്നത്. അല്ലാതെ വെളുത്തുള്ളിയുടെ ബുദ്ധിമുട്ടുണ്ടായിട്ട് അല്ല ഒരിക്കലും പോകുന്നത്. അപ്പോൾ നമുക്കൊരിക്കലും പാമ്പ് വരാതിരിക്കാൻ ഇതൊന്നും പ്രയോഗിക്കേണ്ട ഒരു ശാശ്വതമായ ഒരു പരിഹാരമല്ല. പിന്നെ നമുക്ക് ചെയ്യേണ്ടത്, എലിയുടെ പുറകെയാണ് പാമ്പ് വരുന്നത്. എലി അല്ലെങ്കിൽ തവള പോലെയുള്ള ജീവികളുടെ പുറകെ അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയാണ് പാമ്പ് വരുന്നത്. അപ്പോൾ നമ്മുടെ പരിസരം എന്ത് ചെയ്യണം, വൃത്തിയാക്കിയിടണം. മീൻസ് വേസ്റ്റ് ഇടാതെ നമുക്ക് അത്യാവശ്യം നമ്മൾ ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ കാട് പിടിക്കാതെ ഒന്ന് കാണുന്ന രീതിയിൽ ഒന്ന് വൃത്തിയാക്കിയിടണം. പിന്നെ നമ്മുടെ വീടിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ തൊണ്ട്, വിറക് നമുക്ക് ഞാനൊക്കെ പോകുന്ന എല്ലാ റെസ്ക്യൂ എന്ന് പറയുന്നത് അടുക്കളയ്ക്കകത്ത് ഒരു ലോഡ് വിറകിനകത്തുനിന്നായിരിക്കും. അത് സ്ത്രീകൾക്ക് പൊതുവേ ഉള്ളൊരു ഒരു അസുഖമാണ്. വിറക് വാങ്ങി അല്ലെങ്കിൽ വിറക് എവിടെ കണ്ടാലും പറക്കി നമ്മൾ അടുക്കളയിൽ അടുപ്പിൻ്റെ അടിയിൽ കൊണ്ട് വയ്ക്കുക എന്നുള്ള, എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെയാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ആ ഒരു പ്രവണത കുറേയൊക്കെ നമ്മൾ ഒഴിവാക്കണം. അവരൊരിക്കലും നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നിരിക്കുന്നില്ല. അവർക്കൊരു സേഫായിട്ടുള്ളൊരു സ്ഥലം, ഒരു എലിയെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ വന്ന് പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുമ്പോൾ അതിന് ഒളിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ വിറകിനടിയിലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് അത് ഒളിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഒഴിവാക്കണം. പിന്നെ ഇപ്പോൾ ഉള്ള ഒരു ഇതെന്ന് പറയുന്നത് ഔട്ട്ഡോർ പ്ലാന്റ്, ഇൻഡോർ പ്ലാന്റ് ഒത്തിരി ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. വീടിൻ്റെ പുറത്തുകൂടി ഈ വള്ളിച്ചെടികൾ ഒത്തിരി വളർത്തിയിടുന്നുണ്ട്. അതൊക്കെ ഭയങ്കര അപകടമാണ്. കാരണം അതുവഴിയൊക്കെ പാമ്പ് കയറി. ഇപ്പോൾ ഇന്ന് രാവിലെയും എനിക്കൊരു കോൾ ഉണ്ടായിരുന്നത്, ശരിക്കും ബെഡ്റൂമിൻ്റെ മുകളിൽ കൂടി വള്ളിച്ചെടി വളർത്തിയിട്ടേക്കുന്നതിൽ ഒരു പാമ്പിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത, അതിൽ കൂടി കയറി അകത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. വളരെയധികം നന്ദി മാഡം. എന്തായാലും പ്രേക്ഷകർക്ക് ഈ പാമ്പുകളുമായി ബന്ധപ്പെട്ട നിരവധി സംശയങ്ങൾ ഉണ്ടാകും. അതിൽ ചില സംശയങ്ങളെല്ലാം മാഡത്തിൻ്റെ ഈ മറുപടിയിലൂടെ മാറിക്കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി.